ഉന്നം വെച്ച് ചോദിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരുടെ പറയും. ഒരു ലേഖനത്തിൽ സുമേധാ മിത്തൽ പറയുന്നത് SIR നടക്കുന്ന ബീഹാർ വോട്ടർ പട്ടിക കുത്തും കോമകളെ പറ്റിയാണ്. അതിലൊരു പെൺകുട്ടിയുടെ പേര് ഫുൾ സ്റ്റോപ്പ് ഒറ്റക്കുത്ത്. അവൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിന്റെ പേര് 2 കുത്ത്. 7 പേരുടെ അച്ഛന്മാർ കുത്തും കോമയുമാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒറ്റമുറി വീട്ടിൽ 80 പേർ താമസിക്കുന്ന മഹാദേവപുരയിൽ അങ്ങനെ ഒരു ഒറ്റമുറിയെങ്കിലും ഉണ്ട്. ഇവിടെ കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരടക്കം 81 പേർ താമസിക്കുന്ന വീട്ടു നമ്പർ തപ്പിപ്പോയതാണ്. അങ്ങനെ ഒരു വീട്ടുമില്ല. അവിടെ ഒരു വോട്ടർമാരെ ആർക്കും അറിയില്ല. മൊത്തം ഒരു ഉടായ്പിന്റെ ശൂന്യസ്ഥലി. സമ്പൂർണ്ണ ചാറ്റരുത ജനാധിപത്യം മോക്കറിയാക്കുന്ന വോട്ടുകള്ളൻ കൂട്ടത്തിന്റെ മാഫിയ സംഘത്തിന്റെ മൂർധാവിൽ പോയി മുറിവേൽപ്പിച്ച് പതിക്കലാണ് രാഹുൽ ബ്രാൻഡ് വാക്കസ്ത്രങ്ങൾ. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ. മുഴുത്തൊരെണ്ണം എന്ന് വീഴുന്നുണ്ട് സാംസ്കാരിക നഗരിയിൽ. ആ തൃശൂരിൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ്, എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് 9 കള്ളവോട്ടാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഡ്രൈവർ അജയകുമാർ. ഉടായ്പെന്ന് പറഞ്ഞാൽ പോരാ, ഫോർജറിയാണ്, കുറ്റവാളിപ്പണി. കേസെടുക്കാൻ കേരള പോലീസിന് പേടി എന്തിനാ? മുട്ടുപറയുണ്ടോ? IMBയുടെ സഹോദരന്റെ കുടുംബം, വീട്ടിലെ വളർത്തുപട്ടി ഉണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാവരും അധർമ്മ വഴികളിൽ അധമപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്തു എന്ന ആരോപണത്തിന് വ്യാജ വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്ന് സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല. കമാന്ന് മിണ്ടാട്ടമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് BJPക്കല്ല, കേരളത്തിനാണ്, ഈ രാജ്യത്തിനാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇല്ലാത്ത മറുപടിയിൽ മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ, താടിയിലെ പൂടമറിച്ച് കാണിച്ച ഷോ ഓഫ് അടക്കം കാട്ടിക്കൂട്ടിൽ എന്തൊക്കെയാണ്? എന്തെങ്കിലും പറ സാറേ. ആ വോട്ട് തട്ടിപ്പാരോണത്തിൽ 2 വാക്ക്. ധർമ്മസ്ഥലയിലെ അസ്ഥികൂടം കണക്കെ പൂച്ചം ദേശീയ മാധ്യമങ്ങൾ വായിലങ്ങ് പിരിവെട്ടിയിരിപ്പാണെങ്കിലും ആ രാഹുൽ പ്രഹരത്തിൽ മറുപടിയില്ലാത്ത 6ാം നാൾ ഏതോ കാലത്തെ 80-ലെ ജാതകവും പൊക്കിപ്പിടിച്ചാണ് ഉത്തരമുട്ടിയ വെപ്രാളപ്പണി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.